ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. ബിഗ് ബോസ് സീസൺ 6 നടന്ന കൊച്ചു വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കണ്ടും കേട്ടും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 71 ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി 25 ദിവസങ്ങളോളം മാത്രമാണ് ഫൈനലിനുള്ളത്. ഈ അവസരത്തിൽ ടിക്കറ്റ് ടു ഫിനാലെയും നടക്കുകയാണ്. ഇന്നിതാ ഈ ഘട്ടത്തിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ടാസ്കായ റാങ്കിംഗ് എത്തിയിരിക്കുകയാണ്. 13 മത്സരാർത്ഥികളും അർഹതപ്പെട്ട സ്ഥാനം സ്വയം വിലയിരുത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ ബസറിന് മുമ്പ് നേടിയെടുത്ത സ്ഥാനത്തിൻ്റെ നമ്പറുള്ള പെഡലിസ്റ്റിന് പിന്നിൽ നിൽക്കുക എന്നതാണ് ടാസ്ക്. പ്രേക്ഷകർക്ക് മുമ്പിൽ മത്സരാർത്ഥികളുടെ മത്സരവീര്യം പ്രകടമാക്കുന്നൊരു ടാസ്കാണിത്. വിട്ടുകൊടുക്കുന്നവരല്ല, നേടിയെടുക്കുന്നവരാണ് വിജയികൾ എന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകി. പിന്നീട് നടന്നത് വാശിയേറിയ പോരാട്ടമായിരുന്നു. ആദ്യം 1-ാം സ്ഥാനം പറഞ്ഞത് നന്ദനയാണ്. പൈസയുടെ കാര്യം പറഞ്ഞതായിരുന്നു ഇത്. എന്നാൽ പൈസ എല്ലാവർക്കും പ്രാധാന്യമാണെന്നും എന്നാൽ എന്തുകൊണ്ട് 1-ാം സ്ഥാനം എന്നതാണ് പ്രാധാന്യമെന്നും മറ്റുള്ളവർ പറയുന്നുണ്ട്. പിന്നാലെ ജിൻഡോ 1-ാമതെത്തി. ഇതിനെയും മറ്റുള്ളവർ ശക്തമായി എതിർത്തു. പിന്നാലെ 6-ാം സ്ഥാനത്തിന് വേണ്ടി സായിയും ശ്രീതും തമ്മിൽ ഏറ്റുമുട്ടി. 5-ാം സ്ഥാനത്തിന് വേണ്ടി ജാസ്മിനും വാദിച്ചു. ഇതിനെ സിജോ എതിർത്തു. ശേഷം ഭൂരിപക്ഷം നോക്കി ആ സ്ഥാനം കൃഷി നേടി. ശ്രീത് 4-ൽ കയറി. ജിൻഡോ 2-ാം സ്ഥാനം സ്വന്തമാക്കി. അഭിഷേക് 1-ാം സ്ഥാനം, അർജുൻ 3-ാം സ്ഥാനം, 6-ാം സ്ഥാനം സായ്, 7-ാം സ്ഥാനം അൻസിബ, റസ്മിൻ 8-ാം സ്ഥാനം, നോറ 9-ാം സ്ഥാനം, ജാസ്മിൻ 10-ാം സ്ഥാനം, സിജോ 11-ാം സ്ഥാനം, 12 അപ്സര, നന്ദന 13 എന്നിങ്ങനെയാണ് മറ്റ് റാങ്കിംഗ് നില. പിന്നാലെ ആയിരുന്നു 1-ാം സ്ഥാനത്ത് എത്തിയ അഭിഷേകിനുള്ള സർപ്രൈസ് ബിഗ് ബോസ് പറഞ്ഞത്. 11-ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസിയാണ് അഭിഷേകിന് നേരിട്ട് ലഭിച്ചിരിക്കുന്നത്. പിന്നാലെ നിലവിലെ ക്യാപ്റ്റനായ നന്ദന അഭിഷേകിന് ക്യാപ്റ്റൻ ബാൻഡ് കൈമാറുകയും ചെയ്തു. ഓക്കേ, ടാറ്റാ, ബൈ.